കോടതിയിൽ പൊളിയും അതിനു മുമ്പ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തൊടുത്തുവിട്ട ഈ വ്യാജ പരാതി കോടതിയിൽ 8 നിലയിൽ പൊളിയും എന്നതിൽ യാതൊരു സംശയവുമില്ല. രാഹുലിനെതിരെ ബലാത്സംഗ കുറ്റം ഉൾപ്പെടെയുള്ള ഗുരുതര കുറ്റം ആരോപിച്ചാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പക്ഷേ വിവാഹിതയാണെന്നുള്ള ആ സത്യം മറച്ചുവെച്ച് രാഹുലിന്റെ പുറകെ നടന്ന് ഉഭയകക്ഷി സമ്മതപ്രകാരം ഒരു ബന്ധമുണ്ടാക്കുകയാണ്. അതിനുശേഷം രാഹുലിനെതിരെ തിരിഞ്ഞ ആ യുവതി അവർ വർക്ക് ചെയ്ത മാധ്യമ സ്ഥാപനത്തിന്റെ ഉടമയുടെ നിബന്ധന കൊണ്ട് മാത്രമാണ് പരാതി കൊടുക്കുവാൻ പ്രേരിതയായത് എന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രാഹുൽ കോടതിയിൽ ഇന്നലെ സമർപ്പിച്ച ആ റിപ്പോർട്ടിൽ ഉണ്ട്. ആ മാധ്യമ മുതലാളി ആരാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ആ മാധ്യമ മുതലാളിയുടെ ആരുടെ നിർദ്ദേശപ്രകാരമാണ് ആ സ്ത്രീയെ ഉപയോഗിച്ചത് എന്ന ആ യാഥാർത്ഥ്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. VD സതീശന്റെ നിർദ്ദേശപ്രകാരം VD സതീശന്റെ പ്രസ് സെക്രട്ടറിയാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. VD സതീശൻ ഈ സത്യം മനസ്സിലാക്കി VD സതീശന് ലഭിച്ച ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രാഹുലിന്റെ കൂടെ പാലക്കാട് തിരഞ്ഞെടുപ്പ് സമയത്ത് ഒപ്പം നടന്നവന്മാർ രാഹുലിന് ഈ സ്ത്രീക്ക് രാഹുലിനോട് ഇപ്രകാരം ഒരു ഇഷ്ടമുണ്ട്, പ്രണയമുണ്ട് എന്ന വിവരം പറയുകയും അവരുടെ ഈ ചരിത്രങ്ങൾ അറിയുകയും ചെയ്തപ്പോൾ ഈ വിവരം അറിഞ്ഞ് കേക്കച്ചനാണ് ആ സ്ത്രീ ജോലി ചെയ്തിരുന്ന മാധ്യമ സ്ഥാപന മേധാവിയെ കൊണ്ട് ഇപ്രകാരം ഒരു മൂവ് നടത്തിയത്. ഒരു മാധ്യമ സ്ഥാപന ഉടമയുടെ ആവശ്യം എന്താണ്? അവിടുത്തെ ഒരു ചെറിയ ജീവനക്കാരിയുടെ ഇത്തരം ഒരു കാര്യത്തിൽ അവരെ സമ്മർദ്ദത്തിലാഴ്ത്തി അവരെ കൊണ്ട് പരാതി കൊടുപ്പിക്കുവാൻ നിർബന്ധിച്ചത് ഈ മാധ്യമ മുതലാളിയായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, VD സതീശൻ എന്ന് പറയുന്നവന്റെ ആ ഒരൊറ്റ താല്പര്യവും ഡയറക്ഷനും അനുസരിച്ചിട്ടാണ് ഈ പണി ചെയ്തത്. അതിനുശേഷം ആ മാധ്യമം നോക്കുക, അവരാണ് രാഹുലിനെ കൊടുക്കുവാൻ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിന്നത്. സാധാരണഗതിയിൽ സത്യസന്ധം വിശ്വാസ്യതയുള്ള ഒരു മാധ്യമം എന്നൊക്കെ തരത്തിൽ ജനങ്ങൾ കരുതിയിരുന്ന ഇവരുടെ ഈ പ്രവർത്തനം തുടക്കത്തിൽ രാഹുലിനെ വേട്ടയാടുന്നത് കണ്ട് ജനങ്ങൾ ഒന്നടങ്കം ഈ മാധ്യമത്തെ ബഹിഷ്കരിക്കുകയും ആ മാധ്യമത്തിന് ടാം റേറ്റിംഗിൽ വളരെയേറെ പിന്നോട്ട് പോവുകയും ചെയ്യേണ്ട അവസ്ഥ വന്നതുകൊണ്ടാണ് രണ്ടാം ഘട്ടത്തിൽ രാഹുലിനെതിരെ ആരോപണം വന്നപ്പോൾ അവർ അത് കാര്യമായി ആദ്യമേ എടുത്തില്ല. ഇപ്പോൾ ഈ യുവതിക്ക് വേണ്ടുന്ന സകല പിന്തുണ കൊടുക്കുകയും യുവതിയെ ന്യായീകരിക്കുകയും പല വെളിപ്പെടുത്തലുകൾ നടത്തുകയും ചെയ്യുന്നത് ഈ മാധ്യമങ്ങളുടെ ഓൺലൈൻ എഡിഷനുകളിലൂടെയും ഇവരുടെ ചാനലിലൂടെയാണെന്നും പ്രിയപ്പെട്ട ജനങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം. VD സതീശൻ എന്ന് പറയുന്ന ഒരു കുറുക്കനാണ് ഇതിന്റെ പിന്നിൽ എന്ന യാഥാർത്ഥ്യം ഞങ്ങൾ തുടക്കം മുതൽ തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവനെ രാഷ്ട്രീയ കേരളം തിരിച്ചറിയണം. ഉമ്മൻചാണ്ടിയെ തീർത്തതുപോലെ രാഹുലിനെ തീർക്കുവാൻ ഇവൻ ശ്രമിക്കുന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് ഈ കേക്കച്ചനാണ്. പിണറായിക്ക് തുടർഭരണം വീണ്ടും ഉറപ്പാക്കുവാൻ വേണ്ടി ചെയ്ത പണികളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് രാഹുലിന് നീതി തേടി i2n ന്യൂസ് ആദ്യമേ മിഷൻ 60 ആരംഭിച്ചു. ആ 60 ദിവസത്തിനുള്ളിൽ ഇവൻ എടുക്കില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തുടക്കത്തിലെ പ്രഖ്യാപിച്ചു, ആ 60 ദിവസത്തിന് ശേഷം ഞങ്ങൾ മിഷൻ 250 ആരംഭിക്കും, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഞങ്ങളിത് തുടരും എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. കേക്കച്ചൻ കരുതിയത് ഇത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓപ്പറേഷനാണ്, ഇതൊക്കെ ചെയ്യിക്കുന്നത് രാഹുലാണ് ഞങ്ങളെ കൊണ്ട് എന്ന തരത്തിൽ പലതരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായി. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, രാഹുലിനെ വെട്ടി ഒതുക്കുവാൻ ഇപ്പോൾ ശ്രമിക്കുന്ന ഈ സാഹചര്യത്തിനിടയിൽ കൂടി ഇയാൾ മറ്റൊരു വെട്ടിനിർത്തൽ കൂടി ഇപ്പോൾ നടത്തി. കഴിഞ്ഞ ദിവസം KPCC ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ ചെയർമാനായിരുന്ന VT ബൽറാമിനെ ആ പദവിയിൽ നിന്നും മാറ്റി ഇവന്റെ ഇപ്പോഴത്തെ വലങ്കൈയായ സിൽബന്തിയായ ഹൈബി ഈഡനെ നിയമിക്കുകയുണ്ടായി. രാഹുലിനെ വേട്ടയാടുന്ന ഈ അവസരത്തിൽ സകല മാപ്രകളുടെയും സകലരുടെയും ശ്രദ്ധ അതിലേക്ക് പോയപ്പോൾ ഈ ഒരു വെട്ടിനിർത്തൽ ആരും അറിഞ്ഞില്ല. VT ബൽറാമിനെ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിനെതിരെ കോൺഗ്രസിന്റെ തന്നെ സൈബർ ഹാൻഡിലിങ്ങൾ എതിരെയാകുന്നു എന്ന് കണ്ട് ഇയാൾ തുടക്കം മുതൽ തന്നെ ബാക്കിയുള്ള ഏതാണ്ടെല്ലാം ഇയാളുടെ കൈപ്പിടിയിൽ ഇയാൾ ചവിട്ടി ഒതുക്കിയിരുന്നു. എന്നാൽ ഓൺലൈൻ ഡിവിഷൻ, പ്രത്യേകിച്ച് ഡിജിറ്റൽ മീഡിയ സെൽ
വളരെ ശക്തമായി ഈ കേക്കച്ചൻ്റെ പ്രവർത്തനങ്ങൾക്കെതിരെ ശബ്ദിച്ചപ്പോൾ അവരെ വെട്ടിനിരത്തുമെന്ന് ഇയാൾ പ്രഖ്യാപിച്ചു. അങ്ങനെ ഇയാളുടെ നിർദ്ദേശാനുസരണമാണ് കഴിഞ്ഞ ദിവസം വി ടി ബൽറാം ആ പദവിയിൽ നിന്നും ആ ബീഹാർ ആ പോസ്റ്റ് വിവാദത്തിന് ശേഷം വി ടി ആ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിരുന്നുവെങ്കിലും പാർട്ടി സ്വീകരിച്ചിരുന്നില്ല. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം പാർട്ടി അത് സ്വീകരിച്ച് ഹൈബി ഈഡനെ പുതിയ ചുമതല കൊടുത്തു. ഇനി ഹൈബി ആയിരിക്കും ഈ ഡിജിറ്റൽ മീഡിയ സെല്ലിൻ്റെ ചുമതല വഹിക്കുന്നത്. ആ ഡിജിറ്റൽ മീഡിയ സെല്ലിൻ്റെ പേര് മാറ്റി സോഷ്യൽ മീഡിയ സെല്ലെന്ന് മാറ്റി. രാഷ്ട്രീയ പാർട്ടികളിൽ ഏറ്റവും നാണം കെട്ട, ഏറ്റവും നിലവാരമില്ലാത്ത, യാതൊരു പ്രൊഫഷണലിസവും ഇല്ലാത്ത ഒരു സോഷ്യൽ മീഡിയ വിങ് ഉള്ളത് ഈ കോൺഗ്രസ് പാർട്ടിക്കാണെന്ന് മനസ്സിലാക്കണം. എന്നാൽ കേക്കച്ചന് വളരെ സുസജ്ജമായ PR ഡിവിഷനുണ്ട്. ഇയാൾ അതിനുവേണ്ടി ഇയാളുടെ കള്ളപ്പണം ലക്ഷങ്ങൾ പ്രതിമാസം ചെലവഴിക്കുന്നുണ്ട്. മാധ്യമങ്ങളെ ഇയാൾ വിലക്കെടുത്ത് ഇയാളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു PR എക്സസൈസ് ആണ് ഇപ്പോൾ കോൺഗ്രസിൽ നടക്കുന്നത് എന്ന് ജനങ്ങൾ മനസ്സിലാക്കണം. ഈ വെട്ടിനിരത്തൽ ആരും അറിഞ്ഞില്ല. ITV ന്യൂസ് മിഷൻ 250യുടെ 48ാം ദിനമായി ഇന്ന് രാഹുലിന് നീതി തേടി ആയിരക്കണക്കിന് അമ്മമാരാണ്, ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് അമ്മമാരാണ് ITV ന്യൂസിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ITV ന്യൂസിലൂടെ നിങ്ങൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ പ്രതികരണങ്ങളാണ്. ഇനി ഞങ്ങൾക്ക് ലഭിച്ച ഒരു പ്രതികരണങ്ങൾ കേൾക്കാം. ITV ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ്, രാഹുൽ വിഷയത്തിൽ ജനങ്ങളുടെ പ്രതികരണങ്ങൾ. മേരി സ്ഥലം മൂവാറ്റുപുഴ. സാറേ, നമ്മുടെ കോൺഗ്രസിൽപ്പെട്ട ഈ കിളവന്മാർക്ക് എന്നാ പറ്റിയ? ഇവരെന്ന് ഈ ആ കൊച്ചിനെ വേട്ടയാടണേ? ഇവരെന്താ ഇവരിങ്ങനെ തുടങ്ങണേ? ഈ നമ്മുടെ രാഹുലിനെ നമ്മുടെ ഡൽഹിയിൽ ഇവരൊക്കെ കണ്ണടച്ചിരിക്കുകയാണ്. ഇവരെന്നെ ഉറക്കം തൂങ്ങിയിരിക്കുകയാണ്. നമ്മുടെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഡൽഹിയിലുള്ളവർ ഇവർക്ക് എന്താ ഇതിന്റെ അവസാനം തന്നെ? നമ്മുടെ കേരളം നശിക്കാൻ പോവുകയാണോ? നമ്മുടെ ബൈബിളിൽ പറഞ്ഞേക്കണ പോലെ ഈ അന്ത്യകാലത്ത് ഈ സാത്താന്മാരെല്ലാം കൂടി നമ്മുടെ കേരളത്തെ നശിപ്പിക്കാൻ പോവുകയാണോ? BJPക്കാരും ഈ പരനാറി എന്ന് പറഞ്ഞ നമ്മുടെ മുഖ്യമന്ത്രി, അവന് നാണവും തൊലിയും ഉണ്ടെങ്കിൽ അവൻ പണ്ടേ രാജിവെച്ച് പോകേണ്ടതാണ്. ഒരു 4 കൊല്ലം മുമ്പ് അവന് പിന്നെയും കെട്ടി തൂങ്ങി നമ്മുടെ മുഖ്യമന്ത്രി, നമ്മുടെ എന്തു നല്ല മനുഷ്യനായിരുന്നു നമ്മുടെ ഉമ്മൻചാണ്ടി സാറ്. ആ സാറിനെ ഈ മാതിരി തേജോപകാരം ചെയ്തിട്ട് അവൻ പിന്നെ ഇനി അടുത്തത് ആ കൊച്ചിനെ. ഇവനല്ലേ ഇതിന്റെ മുഖ്യ. ഈ കേക്കച്ചിനെ അവനെ ഇതിൽ നിന്ന് ഇറക്കാൻ വല്ല മാർഗമുണ്ടോ സാറേ? ഈ VD സതീശനെ ഈ കോൺഗ്രസിൽ നിന്ന് ഇറക്കി വിടാൻ വല്ല മാർഗമുണ്ടോ? അവനെയാണ് ആദ്യം ഇറക്കേണ്ടത്. അവനെ ഇറക്കാനുള്ള മാർഗമാണല്ലോ വരുന്നത്. ആദ്യം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇവന്റെ എറണാകുളത്തുള്ള സകല എണ്ണത്തിനെയും തോപ്പിക്കുക. 2 നിയമസഭ സകല എണ്ണത്തിനെയും തോപ്പിക്കണം. നമുക്ക് എൻ്റെ അടുത്ത് ഈ നമ്മുടെ ഇതിനായിട്ട് വന്നു നമ്മുടെ പഞ്ചായത്തിലെ ഞാൻ പറഞ്ഞു, മക്കളെ നിങ്ങൾക്ക് വോട്ട് തന്നതിന് ഒരു കുഴപ്പമില്ല. നിങ്ങൾ ആദ്യം ഈ നമ്മുടെ രാഹുലിന് വേണ്ടിയിട്ട് നിങ്ങൾ കാര്യം കേൾക്കണം, എന്നിട്ട് നിങ്ങൾ വാ ഞങ്ങൾ വോട്ട് തരണം. ഞങ്ങളുടെ കുടുംബം പാരമ്പര്യമായിട്ട് എൻ്റെ കെട്ടുകൻ്റെ എൻ്റെ വീട്ടുകാരും കോൺഗ്രസിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരും അന്ന് നമ്മുടെ ഇന്ദിരാഗാന്ധി കോൺഗ്രസ് ആയിരുന്നു ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ, അല്ലേ? ഇന്നിപ്പം ഇങ്ങനെ എന്തായാലും ഇനി നമുക്കത് മനസ്സ് ചത്തുപോയി സാറേ. ഈ തെണ്ടികൾ ഇവരെന്താ നമ്മൾ പറയണ? തെണ്ടിന്നല്ലേ വിളിക്കണ്ടേ? ഇവര് വേറെ വല്ലതും ആണോ നമ്മൾ വിളിക്കേണ്ടത്? പരനാറി അവനെ ആ മുണ്ടലിൽ അവനല്ല, അവൻ്റെ പെണ്ണിനെ പറഞ്ഞു വിട്ട് ഇപ്പൊ BJPക്കാരത്തി, അല്ലേ? ഇപ്പൊ BJPക്കാരത്തിയുടെ ഒരു പത്രപ്രവർത്തകരനേക്കണം. അവള് കെട്ടിയോന്റെ കൂട്ടത്തിൽ സൂചിച്ച് നടന്നിട്ട് അവള് ഇപ്പൊ ഈ കൊച്ചിനെ വിളിച്ചു വരുത്തി. അതും കഴിഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ തന്നെ സാറേ, അതൊരു 30-34 വയസ്സായ ആങ്കത്തല്ലേ? ഈ കിളവന്മാർ തുണിയില്ലാതെ ഓടിയതോ? മക്കളും ആവാറവര്. അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഈ നമ്മുടെ കരുണാകരന്റെ മകൻ എന്നാ പറ്റി? അവൻ സത്യം പറഞ്ഞ അവൻ ഒരു സിനിമാ നടിയുടെ പോലെ നമ്മളിതൊക്കെ മറന്നുപോയി എന്ന് അവന്റെ വിചാരം. ജനങ്ങൾ ആരും മറക്കൂല. സാറ് ഇടയ്ക്ക് ഈ ചാനൽ വിടണം. കാരണം ഇവനെ നാണം കിടക്കണം സാറ്. അത്ര നമുക്ക് പറയാനുള്ളൂ. കാരണം ഞങ്ങൾ എന്തും ദൈവത്തോടിരുന്ന് പ്രാർത്ഥിക്കണം. ദൈവമേ ആ കൊച്ചിനെ ഒന്നും വരത്തില്ല, ആ കൊച്ചിന് തിരിച്ചെടുക്കണേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു. ഞാൻ പള്ളിയിൽ പോയാണ്ടല്ലോ, ഇപ്പം ഓപ്പറേഷൻ ചെയ്തിരിക്കണോണ്ടാണ് പള്ളിയിൽ പോകാത്തത്. ഞാൻ അവൻ്റെ പേരിൽ ആദ്യം കുർബാന ചെയ്തിരിക്കുന്നത്. കാരണം ആ കൊച്ചിന് നല്ലത് പറഞ്ഞിട്ടുണ്ട്. കാരണം നല്ലൊരു കോൺഗ്രസിന്റെ നേതാവായി വന്നൊരു കൊച്ചാണ്. ആ കൊച്ചിനെ ഈ കള്ളവർഗം നശിപ്പിച്ച് നാറാണക്കല്ല് പിടിപ്പിച്ചിട്ട്
അതിൻ്റെ അമ്മയുടെയും പെൻഷനും വിചാരം ഒന്നും നോക്കിയില്ലേ സാറേ? നമുക്കൊക്കെ കൂടപ്പുറത്തുകളല്ലേ ഉള്ളതല്ലേ? ഇപ്പോൾ സഹിക്കാൻ പാടില്ല സാറേ, ഓർക്കുമ്പോൾ ഇല്ല നമ്മുടെ മനസ്സ് ചത്തുപോവുക. അത്രയ്ക്ക് വിഷമം സാറേ. ആ കൊച്ചു ഞാൻ ഓർത്ത് ഇനിയെങ്കിലും ആ കൊച്ചിനെ ഈ 3 മാസം കഴിഞ്ഞപ്പോൾ ഇനിയെങ്കിലും ആ കുഞ്ഞിനെ ഇവർ തിരിച്ചെടുക്കുമെന്ന്. ഇപ്പം അവൻ അനുകൂലമായിട്ട് നിന്ന ഈ നേതാക്കന്മാരെല്ലാം അവന് പ്രതികൂലമായിരിക്കണം. ഇവർ കാശ് മേടിച്ച് ഇവർക്ക് തൂങ്ങിച്ചാകാൻ പാടില്ല സാറേ, അല്ലേ? ഇവരെന്തിനാ ഇവർ കോടികൾ ഉണ്ടാക്കിയില്ല. ഈ മനുഷ്യനായിട്ട് തട്ടിപ്പ് നടത്തി അവൻ എന്തോരം കാശ് ആൾക്കാരെ പറ്റിച്ചെടുത്തു. ഓ ഇവനെ സഹായിക്കും. ഇവനെയാണ് ആദ്യം കോൺഗ്രസിൽ നിന്ന് പുറത്ത് അടിക്കേണ്ടത്, ഈ VD സതീശനെ. അപ്പം ചെന്നിത്തല അനങ്ങാതിരിക്കുക, പന്നിയിരിക്കുക അവൻ. എന്നിട്ട് അവൻ ഓരോരുത്തരെ മുമ്പിൽ ഇവന് കോൺഗ്രസിൽ നിന്ന് പോയി വേറെ രാഷ്ട്രീയം ഉണ്ടാക്കി, വേറെ ഇതുണ്ടാക്കി അവനെ പിരിച്ചുവിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം അവൻ പതുങ്ങി നിന്ന് പിന്നെയും കോൺഗ്രസിൽ കൂടിയേച്ച് ഇപ്പം അവൻ ഈ ചെറുക്കനെ കൊണ്ട് അനാവശ്യം പറഞ്ഞുകൊണ്ട് കിടക്കണം. നമ്മുടെ കരുണാകരൻ്റെ മോൻ അല്ലേ? അവൻ നമ്മുടെ കോൺഗ്രസിൽ നിന്ന് കരുണാകരനുള്ളപ്പോൾ കോൺഗ്രസിൽ നിന്ന് പോയി അവൻ എന്തെല്ലാം ഇത് ഉണ്ടാക്കി. അവൻ്റെ പെങ്ങളെ അവൻ മര്യാദയ്ക്ക് നിർത്തട്ടെ, എന്നിട്ട് അവൻ മറ്റുള്ളവർ ചെയ്യട്ടെ, അല്ലേ? അവൻ്റെ പെങ്ങൾ വരെ പോയില്ലേ? ഇത്ര വലിയ മര്യാദയുള്ളവനാണെങ്കിൽ അവൻ്റെ പെങ്ങളെ കൂട്ടി നിർത്തുകയല്ല വേണ്ട, പെങ്ങൾ വരെ BJP-യിലേക്ക് പോയി. അപ്പം ഇവൻ എന്നിട്ട് ഈ കോൺഗ്രസിൻ്റെ നേതാവായി ഈ ഉണ്ടല്ലോ ആ രാഹുൽ എന്ന് പറഞ്ഞ എന്താ സാറേ, ഈ ഷാജി എന്ന് പറഞ്ഞവൻ ഉറക്കം തൂങ്ങിയിരിക്കുക. അവൻ KPCC പ്രസിഡന്റ് ഇതൊക്കെ ഉള്ളവനല്ലേ? അവരൊരു അക്ഷരം പറഞ്ഞ ഈ കൊച്ചിനെ ഈ മാതിരി താറടിക്കുമോ സാറേ? അതന്നെ ഷാഫി പതുങ്ങിയിരിക്കുവാണോ? അവന് പറയാലോ നിങ്ങൾ ഈ ചെയ്യുന്ന തെറ്റാണ്, അവനെ തിരിച്ചെടുത്തില്ലെങ്കിലും വേണ്ട, നിങ്ങളടിക്കരുന്ന്. 6 മാസം കഴിയുമ്പോൾ ഏതായാലും തിരിച്ചെടുക്കണമല്ലോ, അങ്ങനെയല്ലേ വേണ്ടേ? അവനും മിണ്ടാതിരിക്കുകയാണല്ലോ. പാർട്ടി തീരുമാനിക്കട്ടെ എന്നും പറഞ്ഞ് ഇത് കാണുമ്പോൾ ഉണ്ടല്ലോ നമുക്കൊരു ഭയങ്കര വിഷമ സാറേ. നമ്മുടെ കോൺഗ്രസ് കേരളത്തിൽ കയറി വരുമെന്ന് ഓർത്തോണ്ടിരുന്നാ ഞങ്ങൾ. ഈ പ്രാവശ്യം നമുക്ക് കിട്ടുമല്ലോ, ഏതായാലും കിട്ടിയാലും പാവങ്ങളെ കുത്തിപ്പിഴിഞ്ഞോ തന്നെ നശിപ്പിച്ച് നാറാണക്കല്ല് പിടിപ്പിച്ച്. ഇപ്പം ഈ കള്ളത്തരത്തിന് അവൻ്റെ മകള് കള്ളത്തരം ചെയ്തു, മകൻ കള്ളത്തരം ചെയ്ത്, എല്ലാം അങ്ങനെ മരുമകൻ ആ പെണ്ണിന് ചെയ്ത പറയാനില്ല, അതേപോലെയുള്ളതൊക്കെ ചെയ്തു. അതിനകത്ത് ഈ പെണ്ണും കെട്ടി മക്കളുള്ളവനെ മകൾക്ക് പിടിച്ചു കൊടുത്തേക്കണം, അല്ലേ? ആ പരനാറിയാണ് നാട് നന്നാക്കാൻ ഇറങ്ങി മുഖ്യമന്ത്രി കസേര കയറിയിരിക്കുന്നത്. പരനാറി അവനെ പണ്ടേ അടിച്ചിറക്കി വിടേണ്ടതായിരുന്നു. അവനെ പരനാറി അല്ലേ? അവനെന്നാ തൊലിക്കട്ടിയ സാറേ? അവന് നാണോണ്ണി അവൻ ഇറങ്ങിപ്പോകില്ലേ? ഈ ശബരിമല കേസ് എന്തെല്ലാം പൊന്നി വന്ന്. അപ്പം അതിൽ നിന്നെല്ലാം ഒളിക്കാൻ വേണ്ടിയിട്ട് ഇത് 3 മാസം കഴിഞ്ഞിട്ട് പിന്നെ പൊക്കുവാണ്, അല്ലേ? അതല്ലേ സാറേ സത്യത്തിൽ നടക്കണത്, അല്ലേ? ഞങ്ങൾക്കിത് കാണുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ഈ വാർത്ത കാണുമ്പോൾ വേറെ ആരെയും കാണില്ല, സാറിനെ മാത്രമേ കാണില്ല. മറ്റുള്ളവരെ ഒക്കെ ഇപ്പോഴൊരു ന്യൂസ് കേട്ട് രാവിലെ നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെ ന്യൂസ്, അത് കേട്ടോണ്ടിരിക്കുമ്പോഴാണ് സാറിപ്പോൾ വിളിച്ചത്. പിന്നെ BJP-ക്കാർ രാഹുലിനെ ഇത് അനുകൂലമായിട്ട് വരുവാണ്, കേസ് കൊടുത്തവള് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാ അവർക്ക് നാണമുണ്ടോ സാർ? ഇങ്ങനെ ഒരു കുടുംബത്തിൽ പറഞ്ഞൊരു പെൺകൊച്ച് പുറത്തിറങ്ങി ഇങ്ങനെ നിൽക്കുവോ, ഇങ്ങനെ പറയുമോ? അപ്പനും അമ്മയും വളർത്തിയ ഒരു കൊച്ച് ഈ സ്വന്തത്തിൽ ജീവിക്കുന്ന ഒരു കുഞ്ഞുങ്ങൾ ഇങ്ങനെ പറയുമോ? സാറൊന്ന് പറഞ്ഞേ, ഒരുത്തൻ നമ്മളോട് എന്തെങ്കിലും പറഞ്ഞാൽ നമ്മുടെ ഒറ്റ നോട്ടത്തിൽ കൊണ്ട് അവനെ സ്ഥലം വിടുമല്ലോ, അങ്ങനെയല്ലേ വേണ്ടത്? നീ നിന്റെ പണി നോക്കടാന്നും പറഞ്ഞ ഒറ്റയടി അവൻ്റെ കരണ കുറ്റിക്കിട്ട് കൊടുത്താൽ പിന്നെ മേലെ അവൻ വരും. അപ്പം ഇവൻ ഈ ചെറുക്കൻ്റെ പുറകെ എന്നാ സാറേ? പറഞ്ഞോ. ഈ ചെറുക്കൻ്റെ പുറകെ നീ ചെറുക്കനെ ഈ BJP-ക്കാരുടെ കുറിച്ച് പോകുന്നു സാറിന് വിശ്വാസമുണ്ടോ? അവൻ നല്ലൊരു ഉറച്ച കോൺഗ്രസ്സുകാരൻ പയ്യൻ, അവൻ BJP-ക്കാരുടെ കുറിച്ച് പെണ്ണിനെ പിടിക്കാൻ പോവുമോ? ഇതെല്ലാം കള്ളത്തര സാറേ. ഇത് മുഴുവന് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം ഇത് കള്ളത്തരാണ്. ഇപ്പം ഈ ശബരിമല കേസ് പൊക്കിക്കൊണ്ട് വന്നേക്കുന്നത് തെളിയിക്കാതിരിക്കാനും അതിൻ്റെ ശ്രദ്ധ അങ്ങ് മാറ്റാൻ വേണ്ടിയിട്ട് ഈ കള്ള മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ തെണ്ടി പരനാല് തെണ്ടി ചെയ്യണ പണി. അവനെ ഞങ്ങൾ പിന്നെ എന്തെന്നാ വിളിക്കണേ? തെണ്ടിന്നല്ലാന്ന് വിളിക്കണേ. അവന് തൊലിക്കെട്ടി, അവനെ കാണ്ടാമൃഗത്തിൻ്റെ തൊലിക്കെട്ടി 16 കാണ്ടാമൃഗത്തിൻ്റെ തൊലിക്കെട്ടി അവന് 1 2 ഞാൻ കരുതി അവന് ഈ കേസിലെങ്കിലും അവനും രാജിവെച്ച് ഇറങ്ങിപ്പോകുന്നു. നമ്മുടെ ഉമ്മൻചാണ്ടി ആയിരുന്നെങ്കിൽ പണ്ടേ ഇറങ്ങിപ്പോകില്ല ഇങ്ങനെയൊക്കെ കേട്ട് കഴിഞ്ഞാൽ. ഇതൊക്കെ കേട്ടാ വിജയം പിടിച്ച് ജയിലിലിട്ടാലോ?
വിജയൻ ഇവന് ഇവൻ രാജിവെച്ച് പുറത്തേക്ക് ഇറങ്ങിയ സാറെ പിറ്റേ ദിവസം അവനെ കയ്യാമം വെച്ച് പോലീസുകാരും ഉണ്ട്. അതിനു വേണ്ടിയിട്ട് അവൻ പിടിച്ചു നിക്കണേ സാറേ. ഇല്ല, അതുണ്ടാകത്തില്ല. ഇവൻ മാറി കേക്കച്ചനാണ് വരുന്നതെങ്കിൽ ഇവനും ഒരേ തൂവൽ പക്ഷികളാണ്. ഒരു നാണയത്തിന് രണ്ട് വശങ്ങളാണ്. ഞാൻ പറഞ്ഞു സാറേ, മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ തെണ്ടി പ്രധാനമന്ത്രിയുടെ മുമ്പിൽ കുനിഞ്ഞു നിൽക്കണം. നമ്മുടെ കേക്കച്ചൻ എന്ന് പറഞ്ഞവൻ അവൻ മറ്റവന്റെ ഞൊള മേടിച്ചിരുന്ന അവന്റെ മുമ്പിൽ അവൻ കുനിഞ്ഞു നിൽക്കുന്നത്. അവന് നാണമുണ്ട്, അവന് മാനവും നാണമുള്ളവനാണെങ്കിൽ അവൻ ആ ഓണത്തിൽ ഇതിനാ പോകും. സാറൊന്ന് ആലോചിച്ച് വെക്ക്. നമ്മളെല്ലാം ഇത് കണ്ടോണ്ടിരിക്കുകയല്ലേ സാറേ. ഇവൻ എന്നതാ കാര്യം? എന്നിട്ട് അവൻ പമ്മി അവന്റെ പെണ്ണുമ്പിള്ളാടെ ചുവട്ടി കുത്തിയിരിക്കുന്നു. ഇത് പറയാൻ നമുക്ക് നമ്മുടെ മനസ്സ് അനുവദിക്കുന്നില്ല സാറേ. അവനെ കൊണ്ട് അത്തേമാതിരിയുള്ള അവൻ ആ മുണ്ടന് ആണൊരു അവനെ ആരാ സാറേ ഇതാക്കിയില്ല. അവനെ അവണ്ടല്ലോ അവന്റെ ഈ കോൺഗ്രസ്സുകാർക്കൊന്നും കഴിവില്ല എന്നുള്ളതാണ് ഞാൻ. ഈ വെറും കഴിവില്ലാത്തവരാ കോൺഗ്രസ്സുകാർ. നല്ല കണ്ട് കുറച്ച് പിള്ളേര് പൊങ്ങി വന്നതാ. അപ്പൊ അവരെയൊക്കെ ഇടിച്ച് ഇരുത്തി നശിപ്പിച്ച് നാറാണക്കല്ല് പിടിപ്പിക്കുക. ദൈവമേ, ഞങ്ങളുണ്ട് സന്ധ്യക്ക് പ്രാർത്ഥിക്കാനിരിക്കുന്നു. രാഹുലിനെ ഒന്നും വരുത്തല്ലേ കർത്താവേന്ന ദൈവത്തോട് പ്രാർത്ഥിക്കണേ. പള്ളിയിൽ പോയാലും അത് തന്നെ പ്രാർത്ഥിക്കണേ. ഞാനുണ്ടല്ലോ സാറേ, ചേലാട് പള്ളിയിൽ പോയപ്പോൾ അവന്റെ പേരിൽ എൻ്റെ മക്കളെക്കാളും മുമ്പ് ഞാൻ കുർബാന എഴുതിച്ചു. പറഞ്ഞറിയോ, ആ കൊച്ചിനൊന്നും വരത്തില്ല. നല്ലൊരു നമ്മുടെ ഇന്ത്യ, നമ്മുടെ കേരളം ഇനിയെങ്കിലും നന്നായി വരണ്ടേ. ഇവനെ ഇനി നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നു സാർ. നമ്മുടെ ഈ മുതുകളവന്മാർ പോവാതെ നമ്മുടെ കേരളം നന്നാവില്ല. ഇവർക്കൊക്കെ വല്ല അറ്റാക്കും വന്നെങ്കിൽ ദൈവത്തിന് കർത്താവ് കണ്ണടച്ചിരിക്കുകയാണോന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കർത്താവ് എല്ലാം കണ്ടോണ്ടല്ലേ ഇരിക്കണേ. കർത്താവ് ഒടുക്കം അവനെ പിടിച്ചോളും. അത് സത്യ സാറേ. ഇതിനകത്ത് നമ്മുടെയിലാണ് ഇപ്പോഴാണ് അവസരം വന്നേക്കുന്നത്. നമ്മൾ ഇവനെ ഒന്ന് ഓടിക്കാൻ ചൂലെടുക്കണ്ട, ചൂണ്ടുവിരൽ ഉപയോഗിക്കാൻ. ഈ വരുന്ന അടുത്ത ആഴ്ച ഇവനെയൊക്കെ നമുക്ക് പറപ്പിക്കാൻ പെണ്ണുങ്ങൾ ചൂലെടുക്കേണ്ട ആവശ്യമില്ല, ചൂണ്ടുവിരൽ ഉപയോഗിക്കുക. വരുന്ന അത് തന്നെ സാറേ. എന്റെ വീട്ടിൽ ഈ പഞ്ചായത്തോട്ട് വന്നപ്പോൾ ഞാൻ ചോദിച്ചാൽ മക്കളെ നിങ്ങൾക്ക് കോട്ട് തന്നെയൊന്നും എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങളൊക്കെ ഈ കോൺഗ്രസിന്റെ പേരും പറഞ്ഞ് നടക്കണ പിള്ളേരല്ലേ. നിങ്ങൾക്ക് ഒന്ന് ചോദിക്കാൻ പറ്റില്ല. ഈ വി ഡി സതീശനോട് നിങ്ങൾക്കൊക്കെ നമ്പറുള്ള എന്ത് കാരണത്തിലാണ് മക്കളെ ഇത് ചെയ്തതെന്ന് നിങ്ങൾക്ക് ചോദിക്കാലോ. അപ്പൊ നിങ്ങളൊക്കെ പമ്മി ഇരിക്കുക നിങ്ങൾക്ക് സ്ഥാനം കിട്ടാൻ വേണ്ടി. അതുകൊണ്ട് ഞാൻ തീരുമാനിക്കുക ആർക്കാ കൊടുക്കണ്ടേന്ന് എന്ന് പറഞ്ഞാൽ അവർ ആ നോട്ടീസ് കൊടുത്തിട്ട് അവരങ്ങ് പോയി സാറേ. അതുകൊണ്ടാണ് പറഞ്ഞത്, നമുക്ക് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പില് ഈ കേക്കച്ചൻ നിൽക്കുന്ന ഈ എറണാകുളത്തെ സകല സ്ഥാനാർത്ഥികളെയും, അതുപോലെ ഈ മറ്റേ കിങ്ങിണിക്കുട്ടൻ, ഈ ഞരമ്പൻ കിങ്ങിണിക്കുട്ടന്റെ തിരുവനന്തപുരത്തുള്ള സകല സ്ഥാനാർത്ഥികളെയും തോപ്പിക്കുക, നാണം കെടുന്ന രീതിയിൽ ഇവന്മാരെ തോപ്പിക്കുക. അതാണ് നമുക്ക് രാഹുലിനെ സ്നേഹിക്കുന്നവർക്ക് ഇവന്മാര് കാണിക്കുന്ന ഈ പിറപ്പ് പണികൾക്കുള്ള നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും ജനാധിപത്യപരമായ മറുപടി. ചെവിക്കലിനോട്ടുള്ള അടി എന്ന് പറയുന്നത് നമ്മുടെ ചൂണ്ടുവിരൽ ഉപയോഗിച്ചുള്ള ആ മറുപടിയാണ്. അത് ഒരാഴ്ചക്കുള്ളിൽ നമ്മുടെ മുന്നിൽ വരും. അതെ, അത് നമ്മുടെ മുന്നിൽ വരും. അത് നമുക്ക് കാണാൻ സാറേ. നമുക്ക് കാണാൻ പോണ പൂരം കണ്ടറിയാൻ പോണോ, പറഞ്ഞറിയിക്കണ്ടല്ലോ, കണ്ടറിയാലോ. വരാൻ പോണു 5-6 മാസത്തിനുള്ളിൽ കിട്ടൂലോ. ഇനി അവന് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട്, മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ കോൺഗ്രസിലെ ഞൊളമ മേടിച്ച് ഇതിന്റെ തെണ്ടികൾ ചെയ്യുന്ന പണിയാണ്. അത് ഈ രാഹുലിനെ ഒതുക്കിയാല് ഇപ്പൊ ഉമ്മൻചാണ്ടി നല്ലൊരു സാറായി. ഉമ്മൻചാണ്ടി സാറ് നല്ലൊരു മനുഷ്യനായിരുന്നു. ആ സാറ് ഇതിനെ ഒതുക്കിയ പോലെ ഈ പയ്യനെ ഒതുക്കാനുള്ള പണിയാണ് ഈ കേക്കച്ചൻ. എന്നാ അവൻ ചെയ്ത തെറ്റ്? ഇവരെല്ലാരും പറഞ്ഞിട്ടല്ലേ അവൻ ഈ ആഭാസന്മാരുടെ 100-1 അവനുണ്ടോ? അവന്റെ ചെറുപ്പക്കാരൻ്റെതായ ചില വികാരങ്ങൾ അവന്റെ മുന്നിലേക്ക് ഇവള് ചെന്നപ്പോൾ അവൻ ചെറുപ്പക്കാരനായതുകൊണ്ട് അതിനെ നമുക്ക് തെറ്റ് പറയാൻ പറ്റത്തില്ല. അവൻ ഒരാണാണ്. ഇവന്മാര് മക്കളും ഉണ്ടായി, മക്കളുടെ മക്കളും ഉള്ളവന്മാര് പെണ്ണ് പിടിക്കാൻ പോയി ഈ ഉണ്ണിത്താനെ ആളുകളെ നട്ടല് ചവിട്ടി കലക്കി ഊടുമുണ്ടില്ലാതെ, നൂൽബന്ധമില്ലാതെ ഇവനെ മഞ്ചേരി മജിസ്ട്രേറ്റിന് മുന്നിൽ, പോലീസ് സ്റ്റേഷൻ പോട്ട് മജിസ്ട്രേറ്റിന് മുന്നിൽ പോയി കരഞ്ഞ് കാല് വീണതാണ്. എനിക്ക് ഭാര്യയും മക്കളും ഉണ്ട്, ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് അന്ന് കരഞ്ഞവനാണ്. രാമനിലയത്തിലെ ഞരമ്പ് രോഗിയാണ് മറ്റവൻ. നമുക്കറിയാലോ, സിനിമാ നടിയുടെ പുറകെ പോയവനല്ലേ ഇവന്റെ ആ ആഭാസനാണ് കോൺഗ്രസിനെ കളിയാക്കി
സോണിയാഗാന്ധിയെ മദാമയെന്ന് വിളിച്ച് കളിയാക്കി ഈ പ്രസ്ഥാനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയവനാണ് ഇന്ന് ഈ പ്രസ്ഥാനത്തിന്റെ വലിയ വകുപ്പ്. നമ്മുടെ കോൺഗ്രസിൽ നിന്ന് സോണിയാഗാന്ധിനെ മദാമേനെ വിളിച്ച് ഇറങ്ങിപ്പോയ തെണ്ടിയാണ് പിന്നെ കാല് പിടിച്ച് കോൺഗ്രസിൽ കയറിയ. അതുപോലെ കേക്കച്ചനെ കുറിച്ച് പറയുന്നത് കണ്ടോ? സ്വന്തം ഓഫീസ് സെക്രട്ടറി ആയിരുന്ന താരകേശന്റെ ഭാര്യയെ അവന് മദ്യം കൊടുത്ത് മയക്കി. ഞങ്ങൾക്കറിയാം, എന്റെ കുഞ്ഞമ്മയുടെ വീട് വടക്കംപറവില. ഇവന്റെ വീടിന്റെ ഒരു കിലോമീറ്ററിന് ഉപ്പറ എന്റെ അമ്മി കുഞ്ഞമ്മയുടെ വീട്. ഞങ്ങൾക്കറിയാം. ഞാൻ സാധനോട് വരാം നിന്റെ വീട്ടില്. എന്റെ അമ്മി കുഞ്ഞമ്മക്ക് ഒരു മോനേ ഉള്ളൂ, 2 പെൺപിള്ളേരാ. അമ്മി കുഞ്ഞമ്മയുടെ നിങ്ങളുടെ വീട്ടിൽ വോട്ട് ചോദിച്ചിട്ട് അത് അടിച്ച് അവനെ പല്ല് തെറിപ്പിച്ച് വിടണോടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ നല്ല ഉറച്ച കോൺഗ്രസ്സുകാർ പിള്ളേരാ. ഞാൻ പറഞ്ഞ അവനോട് വടക്കംപറവില് ഞാൻ പറഞ്ഞേടാ അവന്റെ പല്ലടിച്ച് വിടണോടാ മോനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ നോട്ടീസ് കൊണ്ട് ഇവന് അന്ന് ആ കീറിയ നിക്കറിട്ട് പോയവനാണ് ഇന്ന് ഈ പണി നടത്തിയെന്ന് ഇന്ന് ഈ ആദർശം പറയുന്നത് ഓർക്കണം. സാറിനറിയാം, എന്റെ കുഞ്ഞപ്പൻ പോസ്റ്റ് മാസ്റ്ററായിരുന്നു വടക്കംപറവിലത്തെ. ആ കുഞ്ഞപ്പന്റെ അടുത്ത് വന്ന് ഇവൻ അതിലൊക്കെ അടുത്തുള്ളവനല്ലേ വന്ന് ഈ ചെയിൻ തട്ടീരില് അവൻ വന്ന് കുഞ്ഞപ്പൻ അന്നത്തെ കാലത്ത് 3000 രൂപ കിട്ടാനുണ്ട്. കുഞ്ഞപ്പൻ പറയാം ഞാൻ ഉപേക്ഷിച്ച് മോളെന്നാ പറഞ്ഞേ. പക്ഷെ ഞങ്ങൾക്ക് ആളാരാന്ന് അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഈ മണിച്ചെയിൻ തട്ടിയും കൊണ്ട് പറഞ്ഞാൽ ഇവന്റെ പേരൊക്കെ കുഞ്ഞപ്പൻ പറഞ്ഞായിരുന്നു ഞങ്ങളോട്. ഞങ്ങൾക്ക് മനസ്സിലായി ഈ തെണ്ടിയാണ് ഈ കട്ട്. ഇവനാണ് ഇന്ന് കേരളത്തിന്റെ ആ പന്നനാണ് ഇന്ന് ഈ പ്രതിപക്ഷ നേതാവ്. മുഖ്യമന്ത്രിയാകാൻ വേഷം കെട്ടി PR ഏജൻസികളെ കൊണ്ട് ഈ പണി ചെയ്യുന്ന ആ പഴയ ചെയിൻ തട്ടിപ്പുകാരനും ആ കീറിയ നിക്കറിട്ടുകൊണ്ട് പോയവനും എന്നിട്ട് ആ തട്ടുകടക്കാരനെ പറ്റിച്ച് പരിപ്പൂടെയും ചായയും തിന്നുകൊണ്ട് നടന്ന ഈ കള്ളമാണ് മുഖ്യമന്ത്രി കളിക്കാൻ നിൽക്കുന്നതെന്ന് ഓർക്കണം. അവൻ 50 രൂപ കൊടുത്തിട്ട് പെട്രോൾ അടിക്കാൻ അവന് വശമില്ലാതെ. കാരണം അറിയോ, അതുപോലത്തെ തെണ്ടിയായിരുന്നു. ആ തെണ്ടിയാണ് ഇന്നിപ്പോ കേരളത്തിലെ മുഖ്യമന്ത്രി ആവാനായിട്ട് ഈ കൊച്ചിനെ താറടിച്ച് ഒതുക്കി ഇരുത്തിയേക്കണേ. അവൻ ചെയ്ത തെറ്റല്ല സാറ്. അവനെ എന്റെ ചങ്കാന്നും പറഞ്ഞ് കൊണ്ടുവരുന്നതല്ലേ. അവൻ ചെയ്ത തെറ്റല്ല സാറേ. അല്ല, ചങ്കാന്ന് പറഞ്ഞാൽ ഇവനെ ചത്ത് കിടന്ന് ഇവന് ജീവൻ വെക്കണേ അവൻ വേണമായിരുന്നു. അവനെ മുന്നിൽ ഇറക്കി അടിയും കൊള്ളിപ്പിച്ച് ജയിലിലും വിട്ട് പണിയും എടുപ്പിച്ച് അവൻ വിജയം സമ്മാനിച്ചപ്പം അവനെ പണിഞ്ഞൊതുക്കി. അവനെ ഇവന് സഹിക്കാൻ പാടില്ല. അല്ല ഇവൻ ഈ കതിർപ്പായും കതിർമുണ്ടും ഉടയാതെയല്ല നടക്കണേ. അവൻ അങ്ങനെയാണോ? അവൻ എത്ര പോലീസുകാരെ തല്ലുകൊണ്ട് എന്തോ ഒരു ഇടി മേടിച്ച് എത്ര ദിവസം പോലീസ് സ്റ്റേഷനിൽ കിടന്ന് സാറിനറിയില്ലേ? അവനെ ഈ മാതിരി ദേശോപകാരം ഉപദ്രവം ചെയ്യാൻ ഇവൻ ആരാ സാറേ? ഇവന് നമ്മൾ ആരാക്കിയേക്കണേ? ഇവനാണോ നമ്മുടെ മുഖ്യമന്ത്രി ആണോ? അല്ലല്ലോ. അപ്പൊ ഇവൻ മുഖ്യമന്ത്രിയുടെ ഞൊള മേടിച്ച് തിന്നുകൊണ്ട് കോടികളും മേടിച്ച് അവൻ കള്ളക്കാശുണ്ടാക്കി ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഈ 5 സെന്റിൽ കടന്നല്ലേ കണ്ണൂര് കടന്നവൻ ചെത്തുകാരന്റെ മകൻ ഹിന്ദുക്കളിൽ തന്നെ. അതുപോലെ നടന്ന തെറ്റുകാരന്റെ മകൻ ഒരു കുടുംബവും ഇല്ല, കൂടപ്പുറപ്പുകളില്ലാതെ നടന്ന തെണ്ടി അവൻ ഉമ്മൻചാണ്ടിനെ ഒതുക്കി പെണ്ണ് കേസിൽ. അവളിപ്പോ എവിടെ? അതുപോലെ ഒരു കേസല്ലേ സാറേ ഇത്? അല്ലേ? ഈ കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞ ജനങ്ങൾ സമ്മതിക്കുക സാറേ ഈ മാതിരി കാട്ടിയ അത് തന്നെ സാറേ. അപ്പൊ ഈ കോൺഗ്രസ്സുകാരല്ല ഇവന് കൂട്ടു നിൽക്കുവാണോ വേണ്ടത്? ഈ കോൺഗ്രസ്സുകാരെ അപ്പൊ ഇവർക്കും ഈ നേതാക്കന്മാർക്കും ഒക്കെ കിട്ടിയിട്ടുണ്ട് സാറേ ഞൊള. ഇവന്റെ കയ്യിൽ നിന്ന് കാശ് കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവരൊക്കെ ഇങ്ങനെ നിൽക്കൂലല്ലോ. ജനങ്ങൾക്ക് ആർക്കും ഒന്നും കിട്ടില്ല. ജനങ്ങളെല്ലാം അവന്റെ കൊടുത്തില്ല. ജനങ്ങൾ ആരും ഇവന്റെ മേടിക്കാൻ പോലെ എല്ലാവരും രാഹുലിന്റെ കൊടുത്തില്ല. സാർ മാത്രമേ അന്ന് തുടങ്ങി. ഇന്നിപ്പോ 3 മാസം കഴിഞ്ഞു അല്ലേ ഈ കേസ് ഉണ്ടാക്കിയിട്ട്? 3 മാസം. അന്ന് തുടങ്ങി ഞങ്ങൾ ദൈവത്തോടിരുന്ന് പ്രാർത്ഥിക്കുന്നത്, ദൈവമേ രാഹുലിനെ തിരിച്ചെടുക്കണേ, അവനൊന്നും വരത്തില്ല. ഇവര് കാണിച്ചത് മുഴുവനും ഞാൻ ചോദിക്കുന്നത് സാറേ, ഒരു കുടുംബത്തിൽ പറഞ്ഞൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു വിട്ട് ഒരു ചെറുക്കന്റെ കുറിച്ച് താമസിക്കണം, വേറൊരു ചെറുക്കന്റെ കുറിച്ച് സൂചിക്കാൻ പോവുക സാറ് പറ. അല്ല അവളെ നമ്മുടെ നാടൻ ഭാഷയിൽ അത് പറയണ്ട, എന്താ വിളിക്കുന്നതെന്ന് മാത്രം മനസ്സിൽ പറഞ്ഞാൽ മതി, പറയണ്ട. എനിക്ക് 70 വയസ്സായി. എന്നെക്കാളും പ്രായം കുറഞ്ഞ സാറിന് എനിക്കറിയാം. പക്ഷേ എനിക്ക് മക്കളായവരാ. 10-21 വയസ്സായി എൻ്റെ മോക്കടെ കൊച്ചിന്. അമ്മയാ ഞാൻ. ആ അമ്മയ്ക്ക് ഇത്രയും വിഷമം, നമ്മക്ക് കരുത്ത് നിൽക്കണ അമ്മമാർക്ക് ഇത്രയും വിഷമം ഉണ്ടാകുമ്പോൾ സാറൊന്ന് ആലോചിച്ച് വെച്ചേ. ഈ നാട്ടിലെ ഈ കേരളത്തിലുള്ള എല്ലാ അമ്മമാരും അവന് വേണ്ടിയിട്ട് മുഴുവൻ തയ്യാറെടുക്കുക. കാരണം ഇവര് ഈ കോൺഗ്രസ്സുകാരെ നമുക്ക് അറിഞ്ഞു തോപ്പിക്കണമെന്നാ പറയുന്നത്. അറിഞ്ഞു തോപ്പിക്കണം. കാരണം എന്നാലേ ഇവര് പഠിക്കുള്ളൂ സാറേ. ഇപ്പൊ അവനുണ്ടല്ലോ പാട്ടും പാടിയാലും 100-ൽ 100 സീറ്റും നമുക്ക് കിട്ടിയാനെ അല്ലേ? ഇവൻ ഈ ചതി ചെയ്യാതിരുന്നെങ്കിൽ. സാറൊന്ന് ആലോചിച്ച് വെച്ചേ. ഇവൻ ചതിയല്ലേ സാറേ ചെയ്തത്?
കോൺഗ്രസ്സുകാരെ ചതിക്കുകയല്ലേ ചെയ്തേ. ഈ രാഹുൽ ഗാന്ധിയൊക്കെ എന്നാ നോക്കി ഇരിക്കുകയെന്നാ ഞാൻ നോക്കുന്നത്. അവനൊക്കെ കണ്ണടച്ചിരിക്കുകയാണോ? അവനൊക്കെ ഇന്ന് ഇവന്മാരുടെ ബന്ദികളാണ്, മനസ്സിലായില്ലേ? ഈ രാഹുൽ ഗാന്ധി ഈ പ്രായത്തിൽ എന്തൊക്കെ ഇവിടെ കുമരകത്ത് വന്ന് വിദേശ സുന്ദരികളുമായിട്ട് വന്ന് SPGയുടെ പ്രൊട്ടക്ഷനിൽ വന്ന് സുഖിച്ച് താമസിച്ച് പോയ ഒരു പാർട്ടിയുടെ നേതാവുള്ള പാർട്ടിയാണെന്ന് ഓർക്കണം രാഹുലിനെതിരെ ഈ പണി ചെയ്യുന്നത്. അതെ അതെ അതെ. എന്നിട്ട് ഇവരൊക്കെ സാറെ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ട് ഇതൊന്നും ഡൽഹിയിൽ അറിയാതിരിക്കുകയാണോ സാറേ? ഈ ഷാഖിയൊക്കെ പോണില്ലേ അവിടെ? അവരൊന്നും അറിയാതിരിക്കുകയാണോ സാറേ? അപ്പൊ ഇതെല്ലാം ഒത്തുകളിയാ സാറേ. കേരളം നമ്മുടെ കേരളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കിട്ടാനായിട്ട്. കോൺഗ്രസിൽ ഇച്ചിരി ചുണയുള്ള പിള്ളേരുണ്ടായിരുന്നേ, അതും നശിപ്പിച്ചു ഇവര് അല്ലേ? ഈ കിങ്ങിണിക്കുട്ടൻ എന്ന് പറഞ്ഞാൽ അവന് എന്തെങ്കിലും പറയാനറിയാമോ? അവന് വാ തുറക്കാൻ അറിയാമോ? ഒരു വിദ്യാഭ്യാസം 4ാം ക്ലാസ് പഠിച്ചൊരു പെൺകൊച്ചി പറയണോട്ടും കൂടി വർത്താനം പറയാം അവനറിയില്ല. സാറ് പറഞ്ഞ സത്യമില്ല ഞാൻ പറഞ്ഞത്. അവനെന്നാ പറയണേ? 4ാം ക്ലാസ്സിൽ പോയ ഒരു പെൺകൊച്ചി പറയണോത്രയും കൂടി അല്ലെങ്കിൽ ഒരു ആൺകൊച്ചി പറയണോത്രയും കൂടി വാ തുറന്ന് വർത്താനം പറയാൻ ഈ കിങ്ങിണിക്കുട്ടൻ എന്ന് പറഞ്ഞ അറിയാൻ. നമുക്ക് ഇപ്രാവശ്യം നമുക്ക് തിരുവനന്തപുരത്തിലുള്ള ജനങ്ങൾ ഇവനോട് പറഞ്ഞത്, നീ ആദ്യമേ പോയി നിന്റെ രക്തത്തിലുണ്ടായി എന്ന് പറയപ്പെടുന്ന നിന്റെ സ്വന്തം സഹോദരിയെ നീ ആദ്യമേ BJP-ന്ന് കോൺഗ്രസിൽ കൊണ്ടുപോവാ. BJP-ന്ന് നീ കോൺഗ്രസിൽ വന്ന് വരുത്തി കാണിച്ചാൽ നിനക്ക് ഞങ്ങൾ വോട്ട് ചെയ്യാമെന്ന് വേണം ജനങ്ങൾ പറയാൻ. അത് തന്നെ ഞങ്ങൾ പറയണത്. അങ്ങനെ വേണം പറയാം. അവൻ ഒറ്റ ഇതേ പറഞ്ഞുള്ളൂ, ആദ്യമേ നീ ജനങ്ങളെ നീ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് പകരം ജനങ്ങളെ വോട്ട് പഠിക്കുന്നതിന് പകരം നീ ആദ്യമേ നിന്റെ പെങ്ങളുടെ മനസ്സൊന്ന് കീഴടക്കാൻ നോക്ക്. നിന്റെ പെങ്ങളെ നീ ആദ്യമേ മനസ്സിലാക്കിയിട്ട് നീ ഈ കോൺഗ്രസിലേക്ക് തിരികെ കൊണ്ടുപോവാ. അന്നേരം നീ മിടുക്കനാന്ന് ഞങ്ങൾ പറയും, നിനക്ക് ഞങ്ങൾ വോട്ട് ചെയ്യും. അതായിരിക്കണം നമ്മുടെ ചാൻസ്. അത് തന്നെ. അതാണ് സാറേ ഞാനും പറഞ്ഞത്. ഇവന്റെ പെങ്ങളെ ഇവൻ മര്യാദയാക്കി പഠിപ്പിച്ചിട്ട് ഇവൻ ഈ കോൺഗ്രസിലെ പിള്ളേരെ നന്നാക്കാൻ നടക്കട്ടെ. ഇവൻ എന്നായി കാണിക്കണേ? അവൻ ആദ്യം രാഹുലിനെ സപ്പോർട്ടായിട്ട് നിന്ന് അത് കഴിഞ്ഞ് പിന്നെ അവൻ അപ്പത്തേക്ക് മുഖ്യമന്ത്രി ഇവന്റെ നാളെ കിട്ടിക്കാണ് സാറേ. എന്നിട്ട് ഇവൻ പതുങ്ങിയിരിക്കുക. ഇവന്റെ വീട്ടിൽ പതുങ്ങിയിരിക്കുക. ആര്? നമ്മുടെ VD സതീശൻ എന്ന് പറഞ്ഞ മുണ്ടൻ അല്ലേ? അവനെ പിന്നെ എന്തെന്നാ വിളിക്കണേ? അവനെ വിളിക്കണ മുണ്ടൻ എന്നല്ലാതെ അവനെ എന്തെന്നാ സാറേ നമ്മൾ വിളിക്കണ്ടേ? കാശിണ്ടി അവന് ബ്യൂട്ടി പാർലറിൽ കയറി അവിടുന്ന് മുടിയും വെപ്പിച്ച് മീശയും വെളുപ്പിച്ച് മേക്കപ്പ് ചെയ്ത് അവൻ അതിസുന്ദരനായിട്ട് നടക്കുക. ഇനി കട്ടിയ 4 പെണ്ണിനെ ഇവിടെ കെട്ടാൻ പാകത്തിൽ. അതല്ലേ അവന്റെ പ്ലാൻ? അതല്ലേ അവന്റെ സാറേ? ആരെങ്കിലും പോവോ ഒരു കമ്മ്യൂണിസ്റ്റ് ബർത്ത്ഡേക്ക് കേക്ക് മുറിച്ച് കൊടുക്കാൻ? ഞങ്ങൾ പോവില്ല സാറേ. അല്ല, അവന്റെ കൂട്ടുകാരികൾ ആരൊക്കെയാന്ന് ഇപ്പൊ BJP-കാരനും BJP-കാരന്റെ ഭർത്താവും മറ്റേ കേക്ക് മുറിച്ച് കൊടുക്കുന്നത് CPI-കാരി. ചോദിക്കണേ നമുക്ക് അവരെ ആ കമ്മ്യൂണിസ്റ്റുകാരുമായിട്ടുള്ള ബന്ധമില്ല. പിന്നെ ഞാനിവിടെ BJP-കാരൻ കയറി വന്നു. എനിക്ക് അവരെ കാണുമ്പോൾ തന്നെ കരുതിയ. ഞാൻ വാതിലിന്റെ ഫ്രണ്ടിൽ കൊതുക് കയറാതെ വല വെച്ചിട്ടുണ്ട് സാറേ. ഞാൻ അത് തുറന്ന ചേച്ചി എന്തേന്ന് ചോദിച്ചിട്ട് ഞാൻ ആ വാതൊക്കെ ചെപ്പേ ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ളവനാ ഒരുത്തനെ കണ്ടോടുകൂടി ഞാൻ ആ വാതിൽ അവന്റെ മുഖത്തേക്ക് അടി കൊടുക്കുന്നതിന് തുല്യമായിട്ട് ഞാൻ ആ വാതിൽ അടച്ചു പെരക്കാട്ടേക്ക് അവന് മനസ്സിലായി. ആ ചേച്ചിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അവൻ വന്നത് ഇഷ്ടപ്പെട്ടില്ല. അവന്റെ മുഖത്തേക്ക് അടി കൊടുക്കുന്നതിന് തുല്യമായിട്ടാണ് ഞാൻ കയറിപ്പോനെ. എന്റെ കൊച്ചു വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ മമ്മി ഇങ്ങനെ ചെയ്തു മോനെ എന്ന് പറഞ്ഞാൽ, മമ്മി എന്തിനാ മറ്റുള്ളവർ കാണൂലേ? നമുക്ക് അവനോട് വൈരാഗ്യം ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലില്ല. ഞാൻ പറഞ്ഞ വൈരാഗ്യം ഉണ്ടെങ്കിൽ വൈദ്യുതി വരാം. അങ്ങനെയുള്ളവനൊന്നും എൻ്റെ വീട്ടിൽ വരണ്ടേ? എനിക്കവർ ഇഷ്ടമല്ല, എൻ്റെ വീട്ടിൽ കയറുകയും വേണ്ട. ഞാൻ പറഞ്ഞ ഞാൻ അവരുടെ ഒന്നും വീട്ടിൽ എനിക്ക് ഇഷ്ടമല്ല സാറേ. എനിക്ക് കമ്മ്യൂണിസ്റ്റുകാരെ അല്ല അതിനേക്കാളും എത്രയോ മ്ലേച്ഛന്മാരാണ് ഈ കേക്കച്ചനും ഈ വൃത്തികെട്ടവന്മാരും. അതെ സഹിക്കാൻ പോലെ സാറേ. സ്വന്തം കൂടെ നിൽക്കുന്നവനല്ലേ ഇവന്മാര് ചതിക്കുന്നത്. മറ്റവന്മാര് ശത്രുക്കളാന്ന് നോക്കാം നമുക്ക് സാറേ. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി കൂടുതൽ നിൽക്കുന്ന മറ്റുള്ളവരെ അവർ ചതിക്കില്ലെന്ന് ആര് കണ്ടു? അല്ലേ? ഇതുപോലെയല്ലേ ഓരോരുത്തർ. അതാണ് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്. കൂടെ നിൽക്കുന്നവനെ ഇവൻ ഇത്രയും ചതിക്കുവാണെങ്കിൽ ഇവരിവിടുത്തെ ഇവന് പിന്നെ എന്ത് മനസാക്ഷിയാ ഉള്ളത്? ഇവൻ എന്ത് ആത്മാർത്ഥതയുള്ളത്? ഇവനിവിടുത്തെ ഈ ജനങ്ങളെ മൊത്തം തൂക്കി വിൽക്കത്തില്ലേ ഇവൻ? അതെ തീർച്ചയായിട്ടും നമ്മളെല്ലാം തൂക്കി വയ്ക്കല്ലേ. ഈ പൊട്ടന്മാരായ കോൺഗ്രസിലെ ഈ ചോട്ട നേതാക്കന്മാർക്ക് ബോധമില്ല സാറേ. ഞാൻ അതാ ചോദിക്കുന്നത്. പ്രിയമുള്ളവരെ, ഡിസംബർ 3-ാം തീയതി മാത്രമേ രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കൂ. അതുവരെ
പച്ചക്കള്ളങ്ങൾ പടച്ചുവിട്ട് ബഹുമാനപ്പെട്ട കോടതിയെയും സാധാരണ ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ശ്രമങ്ങളും നടപടികളുമാണ് ഇവന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഡിസംബർ 3-ാം തീയതി വരെയുള്ള ആ ദിവസങ്ങൾ, പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രതികരണങ്ങൾ ഞങ്ങളെ അറിയിക്കുക. i2 ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിലൂടെ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ അത് കേൾക്കും. രാഹുലിനെ സ്നേഹിക്കുന്ന, രാഹുലിനെ ഇഷ്ടപ്പെടുന്ന ലോകമെമ്പാടുമുള്ള അമ്മപെങ്ങന്മാരെ, സഹോദരീ സഹോദരങ്ങളെ, നിങ്ങളുടെ പ്രതികരണങ്ങൾ വളരെ ശക്തമായി മുഴങ്ങട്ടെ. മറ്റുള്ള സകല മാധ്യമങ്ങളും, സിൻഡിക്കേറ്റ് മാധ്യമങ്ങളും, രാഷ്ട്രീയ സംവിധാനങ്ങളും ഒറ്റക്കെട്ടായി നിന്ന് രാഹുലിനെതിരെ പടപ്പുറപ്പാട് നടത്തുമ്പോൾ നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ i2 ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിലൂടെ വിളിച്ചറിയിക്കുക. താഴെ കാണുന്ന നമ്പറിൽ 9746114444 എന്ന നമ്പറിൽ ഞങ്ങളെ വിളിച്ചറിയിക്കുക. ഞങ്ങളത് ലോകത്തെ കേൾപ്പിക്കാം. ലോകമറിയട്ടെ കേരളത്തിന്റെ മനസ്സ്. i2 News, an eye for truth. i2 ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.